നമസ്കാരം. രാജ്ഭവനിലെ ഇനിയുള്ള ചടങ്ങുകൾക്കും ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന ഉണ്ടാകുമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ നിലപാടിനെയാണോ മതരാഷ്ട്രവാദം എന്ന് വിളിക്കേണ്ടത്? ഇന്ത്യയിൽ ഏതൊരു വ്യക്തിക്കും ഏത് ദൈവത്തെയും ആരാധിക്കാൻ അവകാശമുണ്ട്. ഗവർണർ എന്ന നിലയിൽ രാജേന്ദ്ര അർലേക്കർക്കും ആ അവകാശമുണ്ട്. പക്ഷേ അത് സ്വന്തം വീട്ടിലെ പൂജാമുറിയിലോ സ്വീകരണ മുറിയിലോ ആയിരിക്കണം. ഇനി രാജ്ഭവനിൽ താമസിക്കുന്നിടത്തോളം പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ ഗവർണർക്ക് ഭാരതാംബയെ ആരാധിക്കാം. പക്ഷേ രാജ്ഭവനിൽ നടക്കുന്ന ഒരു പൊതുചടങ്ങിനും അത് സാധിക്കില്ല. അവിടെ എത്തുന്ന മന്ത്രിമാരോടും ഉദ്യോഗസ്ഥരോടും അങ്ങനെ ചെയ്യണം എന്ന് ആവശ്യപ്പെടാനും കഴിയില്ല. കാരണം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. അവിടെ പൊതുചടങ്ങുകളിൽ എല്ലാവർക്കും സ്വീകാര്യമായത് മാത്രമേ അനുവദിക്കാനാവൂ. ഭാരതാംബ എന്നാൽ ദുർഗയും ഭദ്രകാളിയും ചേർന്ന സങ്കല്പമാണ്. ആ സങ്കല്പത്തെ ആരാധിക്കുന്നവർക്ക് മാത്രമാണ് ആ ചിത്രത്തിലെ പുഷ്പാർച്ചന ബാധകമാകുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഭാരതാംബ ആരാധനയും മതരാഷ്ട്രവാദവും. എവിടെയാണ് ഭാരതാംബ ആരാധിക്കപ്പെടുന്നത്? അത് RSS ശാഖകളിലാണ്. എവിടെയാണ് ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചന നടത്തുന്നത്? അതും RSS ശാഖകളിലാണ്. ധ്വജപ്രണാമവും ഭാരതാംബ ചിത്രത്തിലെ പുഷ്പാർച്ചനയുമാണ് RSS ശാഖകളിലെ ചിട്ട. നമസ്തേ സദാവത്സലേ എന്ന ഗണഗാനം ചൊല്ലി ഭാരതാംബയെ ആരാധിക്കുന്നതും RSSകാരാണ്. BJPക്കാർ പോലും RSS ശാഖയിൽ പോകുമ്പോഴാണ് ഭാരതാംബയെ ആരാധിക്കുന്നത്. അല്ലാത്ത സമയത്തെ ആരാധന ദുർഗയെയും കാളിയെയും ലക്ഷ്മിയെയും ശിവനെയും വിഷ്ണുവിനെയും ഒക്കെയാണ്. ഭാരതാംബ സങ്കല്പം രൂപപ്പെട്ടത് ഹിന്ദുത്വ വിശ്വാസത്തിന്റെ അടിത്തറയിലുമല്ല. ആ സങ്കല്പം വന്നത് ഹിന്ദു രാഷ്ട്രീയത്തിൽ നിന്നാണ്. 1873 കരൺ ചന്ദ്ര ബാനർജിയുടെ ഭാരത് മാതാ എന്ന നാടകമാണ് ഈ സങ്കല്പത്തിന് തുടക്കമായത്. ഭാരത് മാതാവിനെ ആരാധിച്ച ശേഷം ബ്രിട്ടീഷുകാരനെ തോൽപ്പിക്കുന്ന തദ്ദേശീയർ പ്രമേയമാകുന്ന നാടകമാണിത്. അപ്പോൾ പോലും ഭാരതാംബയ്ക്ക് ഇങ്ങനെയൊരു രൂപം ഉണ്ടായിരുന്നില്ല. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠിലാണ് ഭാരതമാതാ സങ്കല്പം പിന്നീട് രൂപപ്പെട്ടു വന്നത്. ദുർഗയും കാളിയും ചേർന്ന ദേവീ സങ്കല്പമായിരുന്നു അത്. ബംഗാൾ വിഭജനത്തിനെതിരെ 1905 സുരേന്ദ്രനാഥ ബാനർജി നടത്തിയ പ്രചാരണത്തിലാണ് ഭാരതാംബ സങ്കല്പം രാഷ്ട്രീയമായി ആദ്യം ഉപയോഗിച്ചത്. വന്ദേ മാതരം വിളിയും ഉണ്ടായി വന്നത് അങ്ങനെയാണ്. ഭാരതാംബ എന്ന ചിത്രം ആദ്യം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. ആ ചിത്രത്തിൽ ഇന്ത്യയും സിംഹവും ഒന്നും ഉണ്ടായിരുന്നില്ല. 4 കൈകളുള്ള ദേവതയായിരുന്നു അബനീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരതാംബ. ജപമാലയും എഴുത്തോലയും ഒക്കെ ആയിരുന്നു ആ കൈകളിൽ. ഒരു ഹിന്ദു സന്യാസിനിയുടെ വേഷവിധാനമായിരുന്നു ആ ഭാരതാംബയ്ക്ക്. എന്നാൽ ഇന്ത്യയുടെ മാപ്പിന് മുകളിൽ ഭാരതാംബയെ വരച്ചു ചേർത്തത് 1909 സുബ്രഹ്മണ്യ ഭാരതിയുടെ വിജയ എന്ന മാസികയിലായിരുന്നു അത്. മാഗസിനുകളിലും പോസ്റ്ററുകളിലും കലണ്ടറുകളിലുമൊക്കെ അത് രൂപപ്പെട്ടു വന്നത് അങ്ങനെയാണ്. അതോടെ അത് സമ്പൂർണ്ണ ആരാധനാ രൂപമായി മാറി. അനേകം ഹിന്ദു ദേവതകളിൽ ഒന്ന് എന്നതിനപ്പുറം ഇന്ത്യ എന്ന രാജ്യവുമായി അതിന് ബന്ധമുണ്ടായിരുന്നില്ല. ഇന്ത്യയെ മാതാവായും ആ മാതാവിന് ഭാരതാംബയുടെ രൂപം കൽപ്പിക്കുന്നതിനും ഓരോരുത്തർക്കും വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. അതിനപ്പുറം അത് രാജ്യത്തിന്റെ ചിത്രമാകുന്നില്ല. നമ്മുടെ ഭരണഘടനയിലോ രാഷ്ട്രസങ്കല്പത്തിലോ അങ്ങനെ ഒരു രൂപത്തെക്കുറിച്ച് പരാമർശം പോലുമില്ല. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന് പോലും ഹിന്ദുവുമായി ബന്ധമില്ല. ഹിന്ദ് എന്നാൽ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യക്ക് ജയ് എന്നത് മാത്രമാണ് അതിനർത്ഥം. ഹിന്ദുവെന്നും ദേവതയെന്നും പറയുമ്പോഴാണ് കഥ മാറുന്നത്. മഹാത്മാഗാന്ധിയല്ലേ ആദ്യത്തെ ഭാരതാംബ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ഒരു വാദം ഉയരുന്നത്. അതിലും അപഹാസ്യമായി മറ്റൊന്നില്ല. വാരാണസിയിൽ 1936 അങ്ങനെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നത്. ശിവപ്രസാദ് ഗുപ്ത നിർമ്മിച്ച ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ഗാന്ധിജിയാണ്. എന്നാൽ അവിടെ ദേവതയായി ആരാധന ഉണ്ടായിരുന്നില്ല. ഒരു മാർബിൾ ഫലകത്തിൽ ഇന്ത്യയുടെ മാപ്പ് മാത്രം വച്ചായിരുന്നു അവിടെ ആരാധന. ദുർഗയും കാളിയും ധ്വജവും സിംഹവും ഒന്നും ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ഭൂപടത്തെ മാത്രമാണ് ഗാന്ധിജി സ്ഥാപിച്ച ക്ഷേത്രത്തിൽ ആരാധിച്ചത്. ഇന്ത്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംവിധാനമാണ്. ഇസ്ലാമിലും സിഖിസത്തിലും മനുഷ്യരൂപത്തിൽ ദൈവത്തെ ആരാധിക്കുന്നില്ല. ക്രൈസ്തവ ആരാധനയിൽ പോലും ഒരു വിഭാഗം ക്രിസ്തുവിന്റെ ചിത്രവും രൂപവും അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള എല്ലാവർക്കും പങ്കെടുക്കാനുള്ളതാണ് പൊതുചടങ്ങുകൾ. അവിടെ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ എല്ലാവരോടും ആവശ്യപ്പെടാൻ കഴിയില്ല. അത് പൊതുചടങ്ങിന്റെ ഭാഗമാക്കാനും കഴിയില്ല. ഭാരതാംബ മാത്രമല്ല,
വിഷ്ണുവോ ശിവനോ ഭദ്രകാളിയോ മുരുകനോ ഒന്നും പൊതുചടങ്ങിൽ ആരാധിക്കാനുള്ളതല്ല. സ്വാതന്ത്ര്യം കിട്ടി 77 വർഷത്തിലേറെയായി നമ്മൾ കാത്തുസൂക്ഷിച്ച മൂല്യങ്ങളുണ്ട്. അവയെ ദുർബലമാക്കുന്നതല്ലേ ഇത്തരം നടപടികൾ? ഭാരതാംബയുടെ ചിത്രവുമായി വാരിക അച്ചടിച്ച സുബ്രഹ്മണ്യ ഭാരതി പോലും പറയുന്ന കാര്യമുണ്ട്. ഭാരതാംബയെ നേരിട്ട് കണ്ടത് സിസ്റ്റർ നിവേദിതയിലാണ് എന്നതാണത്. സിസ്റ്റർ നിവേദിത സ്വാമി വിവേകാനന്ദന്റെ ഐറിഷുകാരിയായ ശിഷ്യയാണ്. മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്ന പേരിൽ നിന്ന് നിവേദിതയായ സന്യാസിനിയിലാണ് സുബ്രഹ്മണ്യ ഭാരതി ഭാരതാംബയെ കണ്ടത്. അതിലും വിശാലമായ ഭാരതാംബ സങ്കല്പം വേറെ ഉണ്ടാകാനില്ല. അതിനപ്പുറം ഭദ്രകാളി ദുർഗാ സങ്കല്പങ്ങളൊന്നും സുബ്രഹ്മണ്യ ഭാരതിയുടെ ആരാധനയിൽ പോലും ഉണ്ടായിരുന്നില്ല. ഹിന്ദുക്കൾ എല്ലാവരും ഭാരതമാതാവിനെ സംരക്ഷിക്കാനായി പോരിനിറങ്ങണം എന്ന സങ്കല്പമുണ്ടാക്കിയത് RSSും ഹിന്ദു മഹാസഭയുമൊക്കെയാണ്. ആ സങ്കല്പത്തിന്റെ രൂപമാണ് ഭാരതാംബ ചിത്രം. പക്ഷേ ഇന്ത്യ എന്ന രാഷ്ട്രം ആ വിശ്വാസം ഉള്ളവരുടേത് മാത്രമല്ല, ഇന്ത്യ എന്ന മഹത്തായ വൈജാത്യത്തിൽ വിശ്വസിക്കുന്നവരുടേതു കൂടിയാണ്. നാനാത്വത്തിലെ ഏകത്വത്തെയാണ് ഇവിടെ ആരാധിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ആരാധനകളാണ് രാജ്ഭവനിലെ പൊതുചടങ്ങുകളിൽ നല്ലത്. ഗവർണർക്ക് അല്ലാത്ത ഏത് സമയത്തും ഭാരതാംബയെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിന് ഇവിടെ തടസ്സമില്ലല്ലോ. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.